ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിന് പിന്നാലെ മറ്റ് സർവകലാശാലകളിലും സ്ഥിരം VC നിയമനവുമായി സർക്കാർ മുന്നോട്ട്. മുഖ്യമന്ത്രി ഗവർണർ ധാരണ പ്രകാരമാണ് ഈ തീരുമാനം. ലോക് ഭവൻ നിയമിച്ച വൈസ് ചാൻസലർമാരുമായും സർക്കാർ സഹകരിക്കും. കാലിക്കറ്റ് വൈസ് ചാൻസലർ നിയമനത്തിന് സെർച്ച് കമ്മിറ്റി പദ്ധതി സർവകലാശാല ഇന്ന് നൽകും. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഉമേഷ്, പറയൂ. എന്തായാലും കാലിക്കറ്റ് സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട് സെർച്ച് കമ്മിറ്റി പ്രതിനിധിയെ നൽകാത്തത്, നൽകിയ ആൾ രാജിവെക്കുന്നത് തുടങ്ങിയ നാടകീയ സംഭവങ്ങൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് റിപ്പോർട്ട് ചെയ്തതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള സെനറ്റ് യോഗം ഇന്ന് ചേരാൻ പോവുകയാണ്. ഇന്ന് തന്നെ കാലിക്കറ്റ് സർവകലാശാല VC നിയമനത്തിനുള്ള സർവകലാശാല പ്രതിനിധി, അത് സെനറ്റ് പ്രതിനിധിയാണ്, സെനറ്റ് പ്രതിനിധിയെ ഇന്ന് തന്നെ നിയമിക്കും. അത് ഗവർണറെ അറിയിക്കുകയും ചെയ്യും. എന്തായാലും കാലിക്കറ്റ് സർവകലാശാലയിലായിരിക്കും ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയ്ക്ക് പിന്നാലെ ആദ്യ സ്ഥിരം VC വരാൻ പോകുന്നത്. അതിനുശേഷം പിന്നെ 8 സർവകലാശാലകൾ കൂടിയുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് 9 സർവകലാശാലകളിൽ സ്ഥിരം VC ഇല്ല. അതായത് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല മാറ്റിവെച്ചാൽ 9 സർവകലാശാലയിലും സ്ഥിരം VC ഇല്ലാത്ത സാഹചര്യമാണ്. താൽക്കാലിക VCമാരാണ് ഇപ്പോഴും ഈ 9 സർവകലാശാലകളിലും ഭരണം നടത്തി മുന്നോട്ട് പോകുന്നത്. ഇത് സർവകലാശാല പ്രവർത്തനത്തിന് തന്നെ താളം തെറ്റിക്കുന്ന ഒരു നിലയുണ്ട്. അതിന് ഏറ്റവും പ്രധാന കാരണം സർക്കാർ പാസാക്കിയ, നിയമസഭ പാസാക്കിയ സർവകലാശാല നിയമ ഭേദഗതി ബില്ലുണ്ട്. അത് ഗവർണർ അംഗീകരിക്കാതെ രാഷ്ട്രപതിക്ക് വിടുകയാണുണ്ടായത്. സ്വാഭാവികമായി ഈ സാഹചര്യത്തിൽ ഒരു സർവകലാശാല എന്ന നിലയിൽ സർവകലാശാല പ്രതിനിധി, ഗവർണറുടെ പ്രതിനിധി, UGC പ്രതിനിധി എന്ന നിലയിൽ ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചു കഴിഞ്ഞാൽ അതിൽ സ്വാഭാവികമായി ഗവർണർ തീരുമാനിക്കുന്ന ആൾക്ക് മുൻതൂക്കം ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സർക്കാർ അല്ലെങ്കിൽ സർവകലാശാല അധികൃതർ ഈ സർവകലാശാല പ്രതിനിധിയെ ഗവർണർക്ക് നൽകാതെ ഇത്തരത്തിൽ നീട്ടിക്കൊണ്ടുപോയത്. എന്തായാലും മുഖ്യമന്ത്രി ഗവർണർ കൂടിക്കാഴ്ചയുടെ ഫലമായി ഇനി എല്ലാ സർവകലാശാലയിലും സ്ഥിരം VC വരാൻ പോകുന്നു. ആ സ്ഥിരം VC നിയമനത്തിനുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. എല്ലാ സർവകലാശാലകൾക്കും ഇതുമായി ബന്ധപ്പെട്ട് സർവകലാശാല പ്രതിനിധിയെ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ നൽകാനുള്ള നിർദ്ദേശം സർക്കാർ നൽകിക്കഴിഞ്ഞു. കാലിക്കറ്റ് കഴിഞ്ഞാൽ അടുത്ത കേരളയാണ്. കേരളയിലും സ്ഥിരം VC നിയമനം ഉടനുണ്ടാകും. പക്ഷേ ഈ സ്ഥിരം VC നിയമനം വരുന്നത്, സ്ഥിരം VC നിയമിക്കുന്നത് എന്തായാലും സർവകലാശാലയെ സംബന്ധിച്ചും വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ഗുണകരമാണ്. ഒപ്പം റാങ്കിങ്ങിലടക്കം, UGC റാങ്കിങ്ങിലടക്കം സർവകലാശാലകൾക്ക് മുന്നോട്ട് പോകാൻ സ്ഥിരം VC ഉണ്ടായിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാന ഘടകവുമാണ്. അതേസമയം സർക്കാർ, ഗവർണർ ഒരു സമവായത്തിൻ്റെ ഭാഗമായി ഗവർണർക്ക് താല്പര്യമുള്ള, സംഘപരിവാറിന് താല്പര്യമുള്ള VCമാർ വരും. ഒപ്പം സർക്കാരിന് താല്പര്യമുള്ള VCമാരും വരും. പൂർണ്ണമായി ഒരു വിദ്യാഭ്യാസ യോഗ്യതയോ അക്കാദമിക് യോഗ്യതയോ മാത്രം കണക്കാക്കി ആയിരിക്കില്ല പക്ഷേ ഈ 9 സർവകലാശാലകളിലും ഇനി VCമാർ വരാൻ പോകുന്നത് എന്നൊരു ദൂരവ്യാപകമായ പ്രശ്നവുമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.